തുടങ്ങി ഒരു മാസം കഴിയുന്ന സമയത്താണ് ചന്ദനത്തോപ്പ് ഷോറൂം ബാനായത്, കത്തിപ്പോയി. അങ്ങനെ ഒരു സംഭവം. അങ്ങനെ ആ സമയത്ത് ഞാൻ മലപ്പുറത്തായിരുന്നു. ഞാൻ എൻ്റെ പാർട്ണറും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൊണ്ടോട്ടി ഷോറൂമിലായിരുന്നു. ഒരു വൈകുന്നേരം 3 മണിക്കാണ് ഒരു ഓണം ഫെസ്റ്റിൻ്റെ സമയത്ത് നമ്മളൊരു ഗിഫ്റ്റ് കാറൊക്കെ വെച്ചിരുന്നു ഉണ്ടായിടെ. അതെല്ലാം അതിൻ്റെ പാതി ഭാഗം കത്തിപ്പോയി. ഷോറൂം ഫുള്ള് ബാനായി. വലിയ നഷ്ടം നമുക്ക് വന്നു. പിന്നെ ഈ ഫർണിച്ചർ എന്ന് പറയുന്നത് ഈ ഫോമൊക്കെ കത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കാനും കഴിയില്ല. അത് വലിയൊരു പ്രതിസന്ധി. അത്രത്തോളം ലോസ് ഉണ്ടായിരുന്നു. അന്ന് ഏകദേശം ഒരു 2.5-3 കോടിയുടെ ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് എല്ലാവരും പറഞ്ഞു നമുക്ക് വേണ്ട, നമുക്ക് തുടങ്ങണ്ട വീണ്ടും. അതിൻ്റെ ബിൽഡിംഗ് ഓർഡറൊക്കെ പറഞ്ഞു, ഇനി ഈ ബിൽഡിംഗ് പണി നിങ്ങളെടുത്തോ, ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു രീതിയിലെത്തി. അവിടെ നിർത്തുകയാണെങ്കിൽ വീണ്ടും പയ്യാറ്റിൽ നിർത്തണം, അങ്ങനെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് പോരണം. എല്ലാവരും പറഞ്ഞത്, കുടുംബത്തിനൊക്കെ പറഞ്ഞത് പോകാൻ, ഞാൻ അങ്ങോട്ട് പോകണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ വെൻഡേഴ്സുകൾ എല്ലാവരും പറഞ്ഞു നമുക്ക് തുടങ്ങണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ വീണ്ടും റിനോവേഷൻ ചെയ്തു. അവിടെ തന്നെ ആ ബിൽഡിങ്ങിൽ തന്നെ തുടങ്ങി. അവിടെ തന്നെയാണോ നമ്മുടെ ഷോറൂം? അവിടെ തന്നെയാണ്. നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു. അവിടെ നിന്നാണ് നമ്മളൊരു വളർച്ച. ടേണിംഗ് പോയിന്റ് കത്തി തെളിയാന്ന് പറയുന്ന ആ ഒരു ഇതിന്ന് അത് നമ്മുടെ കൊല്ലത്തുള്ള ജനങ്ങൾ നൽകിയ സപ്പോർട്ട്, ഇവിടുത്തെ എല്ലാവരും നമ്മളത് റീഓപ്പൺ ചെയ്യാൻ നമുക്കൊരു മാനസികമായിട്ടും അവരൊരു പ്രാർത്ഥനയിലും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പണം കൊടുത്ത് മാത്രമല്ലല്ലോ, പല ആൾക്കാരെ പ്രാർത്ഥന മതിയല്ലോ നമുക്ക്.